ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേകം മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സങ്കീർത്തന പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യത്തിലേക്കാണ് നമ്മൾ കടന്നുപോയത്. 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. കാരണം ഈ വചനം വിശുദ്ധിയുടെ വചനമാണ്. ഈ വചനം രാപ്പകൽ ധ്യാനിക്കുന്ന ഒരു ദൈവ പൈതൽ എപ്പോഴും ദൈവത്തോട് കൂടെ ജീവിക്കാൻ ഇടവരും. വചനം ധ്യാനിക്കേണ്ടത് എന്തിനാ? ഹൃദയത്തിൽ പാപം കടന്നു വരാതിരിക്കേണ്ടതിന്, സന്തോഷമുള്ളവനായി മാറാൻ. നിന്റെ ടെൻഷൻ ഇന്ന് മാറണമെങ്കിൽ നീ വചനം ധ്യാനിക്കണം. കാരണം യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ വചനം ആത്മാവും ജീവനുമാണ്. കാരണം വചനമായ യേശു ഈ ലോകത്തിലേക്ക് വന്നെങ്കിൽ സങ്കീർത്തന പുസ്തകത്തിൽ കാണുന്നു, യഹോവയുടെ വചനമായ ക്രിസ്തുവിനെ രാപ്പകൽ നമ്മൾ ധ്യാനിക്കണം. വിശുദ്ധിയുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കേണ്ടത്. ദുഷ്ടന്റെയോ പാപിയുടെയോ ഈ ലോകത്തിലുള്ള തിന്മയുടെ വഴിയിൽ നിന്നെല്ലാം വിട്ട് യേശുവിന്റെ വഴിയിലേക്ക് വന്ന ഒരു ദൈവ പൈതൽ എപ്പോഴും യേശുവിനോട് കൂടെ സന്തോഷത്തോടു കൂടെ ആ വചനത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും. ആ വചനം എനിക്ക് ജീവൻ തരും, ആ വചനം എനിക്ക് പോഷണം തരും, ആ വചനം എനിക്ക് അഭിഷേകം തരും, ആ വചനം എനിക്ക് ശക്തി തരും. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ കടന്നു വരുമ്പോഴുണ്ടല്ലോ ഭയങ്കര ആനന്ദമായിരിക്കും. അതുകൊണ്ട് ആ സങ്കീർത്തകൻ പറഞ്ഞത്, ഭാഗ്യമുള്ളവനായി ഇന്ന് ജീവിക്കുവാൻ കർത്താവിൽ നമ്മൾ വിളിക്കപ്പെട്ടവനാണ്. നല്ല ഭാഗ്യമുള്ളവരായിട്ടാണ് ദൈവം നമ്മളെ മാറ്റിയിരിക്കുന്നത്. കാരണം മറ്റുള്ള മനുഷ്യർ പറയുന്നത് പോലെ നിങ്ങൾ ഭാഗ്യം കെട്ടവരാണെന്ന് പറഞ്ഞ് നമ്മളെ തള്ളിക്കളയുമ്പോഴും കർത്താവിൽ നമ്മൾ ഭാഗ്യമുള്ളവരാണെന്ന് നമുക്ക് പറയാൻ കഴിയണമെന്നേ. കാരണം യേശു നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മുടെ കൂടെയുണ്ട്, അനുഗ്രഹിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. എപ്പോഴും നമ്മളെ അവൻ പരിപാലിച്ചു കൊണ്ടുപോകും. അവന്റെ കൃപയുടെ മഹത്വം കണ്ട് അനുഭവിച്ചു വേണം നമ്മൾ കടന്നു പോകാൻ. ഈ വചന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റമില്ലാത്ത വചനമായതുകൊണ്ട് അതെപ്പോഴും നമ്മൾ അറിഞ്ഞ് അനുഭവിച്ചു വേണം കടന്നു പോകാൻ. എന്നെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നത് ലോകത്തിൽ വേറെ ഒന്നുമില്ല. യേശു പറഞ്ഞ ഒരു വചനഭാഗം കൂടി നമ്മൾ ഇപ്പോൾ തന്നെ കാണാം. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വചനം പറയാ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. കാരണം വചനത്തിലൂടെ വരുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് സമാധാനം, സന്തോഷം, ആനന്ദം. ഇത് ലോകത്തിൽ ഏത് വഴിക്ക് പോയാലും കിട്ടാത്ത ഒന്നാണ്. നമുക്ക് സമാധാനം വേണോ? അത് യേശുവിന്റെ അടുക്കൽ വരണം. സന്തോഷം വേണോ? അത് യേശുവിന്റെ അടുക്കൽ വരണം. ഈ വചനം ധ്യാനിക്കുമ്പോഴാണ് ഇതെല്ലാം നമുക്ക് കിട്ടുന്നത്. ഈ വചനം പാറയെ തകർക്കുന്ന ഒരു കൂടമാണ് പ്രിയമുള്ളവരെ. എന്റെ ജീവിതത്തിലുള്ള ചില പാറകളെല്ലാം തകർന്നു വീഴും. എന്റെ ജീവിതത്തിലുള്ള ചില വേദനകളെല്ലാം തകർന്നു വീഴും. എന്റെ ജീവിതത്തിലുള്ള ചില ദുഃഖങ്ങളെല്ലാം തകർന്നു വീഴും. എന്റെ ജീവിതത്തിലുള്ള അസമാധാനങ്ങളെ തകർത്ത് കളഞ്ഞുകൊണ്ട് ജീവന്റെ വഴിയിലേക്ക് കർത്താവ് കൊണ്ടുപോരും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.